പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കവേ അക്രമകാരികളും പേപ്പട്ടിയുടെ കടിയേറ്റതുമായ നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലാക്കി വാക്സിനേഷൻ നൽകുന്ന പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. മാർക്കറ്റുകളും സ്കൂളുകളും ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും അധികം വന്നു പോകുന്ന സ്ഥലങ്ങളിലും ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ മേഖലകളിലും പേപ്പട്ടിയുടെ കടിയേറ്റ നായ്ക്കൾക്ക് 5 ഡോസ് വാക്സിനേഷനും 120 ദിവസത്തെ നിർബന്ധിത നിരീക്ഷണവുമായിരുന്നു ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സമർപ്പിച്ച ശുപാർശ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ മന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. നിലവിൽ പേപ്പട്ടി തെരുവു നായ്ക്കളെ ആക്രമിച്ചാൽ പ്രദേശത്ത് വ്യാപക വാക്സിനേഷൻ നടത്തുന്നതിൽ പ്രതിരോധം ഒതുങ്ങും. ചിലയിടങ്ങളിൽ ഏതാനും ദിവസം നിരീക്ഷണമുണ്ടെങ്കിലും 120 ദിവസം നീളില്ല. ഷെൽട്ടറിങ്ങിന് ശേഷവും നായ്ക്കളെ പഴയ സ്ഥലത്ത് തുറന്നുവിടേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് പേവിഷഭീതി ഇല്ലല്ലോ എന്നായിരുന്നു വെറ്റിനറി അസോസിയേഷന്റെ മറുപടി. എന്നാൽ തെരുവു നായ്ക്കളുടെ കടി ഏൽക്കുന്നവരുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കുട്ടികളാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കൂടുതലും ഇരകളാകുന്നത്. പല നഗരത്തിലും 100 കണക്കിന് നായ്ക്കളാണ് ചുറ്റിത്തിരിയുന്നത്. ഇതിനാൽ തന്നെ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരും ഉൾപ്പെടെയുള്ള ആളുകൾ ഭീതിയോടെയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. സംസ്ഥാനത്ത് തെരുവു നായ്ക്കളുടെ ആക്രമണം കൂടുകയും നിരന്തരമായി പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണുകയും ചെയ്തതോടെയാണ് ജനങ്ങളുടെ ഭീതി വർദ്ധിച്ചത്. എന്നാൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി വന്ധ്യംകരണം നടത്തി വംശവർധന കുറയ്ക്കാൻ ABC സെന്റർ നിർമ്മാണം പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതിന്റെ പ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല. തദ്ദേശ സ്ഥാപന ലൈസൻസോടെ വീടുകളിൽ വളർത്തുന്നതും ഉടമസ്ഥരില്ലാതെ തെരുവുകളിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതും ഉൾപ്പെടെയുള്ളവയുടെ ആക്രമണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് ജനജീവിതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാറിൽ കുട്ടികൾക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായി. ദേവികുളം തമിഴ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6 കുട്ടികളെയാണ് തെരുവു നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബുധനാഴ്ച സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് നായ ആക്രമിച്ചത്. +1, +2 ക്ലാസ്സുകളിൽപ്പെട്ട 5 കുട്ടികളെ വ്യാഴാഴ്ച സ്കൂളിലേക്ക് വരുന്ന വഴിയും നായ ആക്രമിച്ചു. 2 ആഴ്ച മുൻപ് മൂന്നാർ മേഖലയിൽ വിനോദസഞ്ചാരികളടക്കം 16 പേർക്കും ഏതാനും മാസം മുൻപ് വണ്ടിപ്പെരിയാറിൽ 2 കുട്ടികൾക്കും തെരുവു നായയുടെ കടിയേറ്റിരുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടെ തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. മുൻപ് തെരുവു നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരം ഇതിന് തട വീണു. നിലവിൽ തെരുവു നായ്ക്കളെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ല. നായ്ക്കൾ നാട്ടുകാരുടെ വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. മുട്ടത്ത്, അതായത് ഇടുക്കി ജില്ലയിൽ മുട്ടത്ത് മാസങ്ങൾക്ക് മുൻപ് തെരുവുനായ 40 കോഴികളെയാണ് കൊന്നു തിന്നത്. കൂട്ടമായെത്തുന്ന നായ്ക്കൾ വഴിയോരങ്ങളിൽ തലങ്ങും വിലങ്ങും വിലസുമ്പോൾ വാഹനയാത്രികരും ഭീതിയിലാണ്. ശാന്തമായി എത്തുന്ന നായ പലപ്പോഴും പെട്ടെന്ന് തന്നെ ആക്രമണകാരിയായി മാറാറുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് പിന്നാലെ നായ്ക്കൾ കുരച്ചുകൊണ്ട് പായുന്നതും ഇപ്പോൾ പൊതുനിരത്തുകളിൽ പതിവ് കാഴ്ചയായി. ജില്ലയിൽ രാപ്പകൽ ഭേദമില്ലാതെ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും ഇതിന് തടയിടാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല. ഇതും വസ്തുതയായിട്ടുള്ളൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ആശുപത്രി പരിസരങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സമീപ പ്രദേശത്തും അടഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നായ്ക്കൾ കൂട്ടത്തോടെയാണ് തമ്പടിക്കുന്നത്. നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ വംശവർധന തടയുന്നതിനാവശ്യമായ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉയരുന്നുണ്ട്. പേവിഷബാധയുണ്ടാക്കുന്ന വൈറസ് പ്രധാനമായും തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നായ്ക്കളിൽ നിന്നാണ് മനുഷ്യർക്ക് കൂടുതലും പേവിഷബാധ ഉണ്ടാകുന്നത്. പേവിഷബാധയുള്ള മൃഗങ്ങളുടെ കടിയോ മാന്തലോ അതല്ല ഇവ നക്കുകയോ ചെയ്താൽ ഇതുമൂലം മനുഷ്യർക്ക് രോഗാണുബാധ ഉണ്ടാകാം. തലവേദന, ക്ഷീണം, നേരിയ പനി എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. വളർത്തുമൃഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നായ, പൂച്ച എന്നിവയ്ക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകുകയാണ് രോഗം തടയാനുള്ള പ്രധാന മാർഗം. നായ്ക്കൾക്ക് ജനിച്ച ശേഷം 2ാം മാസം ആദ്യ ഡോസും 3ാം മാസം 2ാം ഡോസും തുടർന്ന് എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് വാക്സിനും നൽകണം. മൃഗങ്ങളെ പരിപാലിക്കുന്നവർ പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. മൃഗങ്ങളുടെ കടിയോ മാന്തലോ ഏറ്റാൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റ് നേരം നന്നായി കഴുകണം. ഇത് രോഗാണുബാധ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കും. തുടർന്ന് എത്രയും വേഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. പൊതുജനങ്ങളുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും അലക്ഷ്യമായ മാലിന്യം നിക്ഷേപിക്കലും അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അറവുശാലകളുമാണ് തെരുവു നായ്ക്കൾ പെരുകാനിടയാകുന്നതിന്റെ പ്രധാന കാരണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നെങ്കിലും മാലിന്യം കുന്നുകൂടുന്നത് കുറയ്ക്കാൻ ഇത് ഫലപ്രദമാകുന്നില്ല. നഗരത്തിലെ സ്ഥിരം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലും റോഡരികിൽ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾക്കരികിലും നായ്ക്കൾ കൂട്ടമായി വിഹരിക്കുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും പരിസരവാസികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു.
അറവുശാലകളിൽ നിന്ന് റോഡരികിലും ഒഴിഞ്ഞ സ്ഥലത്തും തള്ളുന്ന ഇറച്ചി മാലിന്യങ്ങൾ തിന്നാനെത്തുന്ന നായ്ക്കളും ആളുകൾക്ക് വലിയ ഭീഷണിയാണ്. സംസ്ഥാന സർക്കാർ കുടുംബശ്രീ വഴി നടപ്പാക്കിയ ABC പദ്ധതി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് കാര്യക്ഷമമല്ല. പ്ലാൻ ഫണ്ടിൽ നിന്നാണ് വന്ധ്യംകരണം പദ്ധതിക്കുള്ള തുക അനുവദിച്ചിരിക്കുന്നത്. ഹെൽത്ത് വിഭാഗവും പരിയാരം വെറ്റിനറി വിഭാഗവും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവു നായ്ക്കളെ പ്രത്യേകം തയ്യാറാക്കിയ ശസ്ത്രക്രിയാ കേന്ദ്രത്തിലെത്തിച്ച് വന്ധ്യംകരണം നടത്തിയ ശേഷം പിടികൂടിയ സ്ഥലത്ത് തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. വന്ധ്യംകരണം നടത്തിയ നായ്ക്കളെ തിരിച്ചറിയാനായി ഇവയുടെ ഇടത് ചെവിയിൽ സ്റ്റാർ ആകൃതിയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും. നായശല്യം നിയന്ത്രിക്കാനുള്ള നഗരസഭയുടെ പദ്ധതികളും ജനങ്ങളുടെ മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാനുള്ള നടപടികളും കാര്യമായി ഫലം കാണുന്നില്ല. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഇനിയും നടപടി വൈകിയാൽ നായ്ക്കളുടെ കടിയേറ്റ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്.